മലയാള സിനിമയിലെ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് നമുക്ക് പറയാവുന്ന കുറച്ച് ടെക്നീഷ്യൻസ് കൂടിയിട്ട്, കുറച്ച് ആർട്ടിസ്റ്റുകൾ കൂടിയിട്ട് ഒരു സിനിമ ഉണ്ടാവുകയാണ്. ആ സിനിമ ബെസ്റ്റ് ആവാതിരിക്കുമ്പോഴല്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതുള്ളൂ. ഇത് അങ്ങനെയല്ല. ബാലൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസസ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് ഗംഭീര പെർഫോമൻസ്, ഗംഭീര വിഷ്വൽ, കളറിങ്, എഡിറ്റിംഗ്, ആ വിഷ്വൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓരോ ഷോട്ടിലും നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ആൻഡ് മ്യൂസിക്, ഇതിൻ്റെ ഓഡിയോ പരിപാടികൾ, എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തന്ന സിനിമകളിൽ ഒന്നാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലൻ ദി ബോയ് എന്ന് പറയുന്നത് ചിദംബരം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ, ജീത്തു മാധവൻ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമ, സുഷിൻ ശ്യാമിന്റെ സംഗീതമുള്ള സിനിമ. പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ പറയുന്നതിനേക്കാൾ എനിക്ക് പറയാനുള്ളത് ഗണപതിയെ കുറിച്ചാണ്. കാരണം ഗണപതിയാണ് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള കുറച്ച് ആളുകൾ. ഇതിൽ ബാലന്റെ കുട്ടിക്കാലം ചെയ്തിട്ടുള്ളത് ആദിശേഷൻ എന്ന് പറയുന്ന പയ്യനാണ്. അവനുണ്ടല്ലോ, അവൻ മുത്തുക്കുടമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു തുമ്പിയൊക്കെ നമ്മളിങ്ങനെ എടുത്ത്, അതായത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ തുമ്പിയെ പിടിച്ചിട്ട് അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കൗതുകം, ആ തുമ്പിയെ കാണുമ്പോൾ എന്ന് പറയുന്ന പോലെ എന്തൊരു കണ്ണാണ് അവൻ്റെ, എന്തൊരു നോട്ടമാണ് അവൻ്റെ. ഇവൻ അത്ഭുതകരമാം വിധം അത്രയും ക്യൂട്ട്നെസ്, നമ്മൾ ഈ ക്യൂട്ട്നെസ് വാരി ഒഴുകുന്ന പ്രകടനങ്ങളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇറ്റ്സ് സോ ക്യൂട്ട്, അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് സോ പെയിൻഫുൾ. അവൻ്റെ കുട്ടിക്കാലത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം വരും. ഇതിനകത്ത് ഈ അമ്മ മകൻ സ്നേഹം പരിപാടിയൊക്കെ കാണിക്കുമ്പോഴും അവൻ ആക്ച്വലി അനുഭവിക്കുകയാണ് അവൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുട്ടിക്കാലത്തെ കുട്ടിക്കാലമായിട്ട് അനുഭവിക്കുകയല്ല, ഒരുപാട് കാര്യങ്ങൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഞ്ഞായിരിക്കാൻ പറ്റാത്തതിൻ്റെ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവനിലുണ്ട്. എന്നാൽ അതേസമയം അവൻ്റെ ലാസ്റ്റ് റിസോർട്ട് അമ്മയാണ്. അമ്മ പറഞ്ഞു കൊടുക്കുന്ന പുതിയ കഥകളിൽ ജീവിക്കാൻ അവന് ഇഷ്ടമാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഇതിൻ്റെ വിഷ്വൽ അവർ ചെയ്തിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കൗതുകത്തിൽ നിന്നുകൊണ്ട്, കാരണം കുട്ടികൾ കളറടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കളറടിക്കും എന്ന് പറയുന്ന പോലെ ആ ഒരു രസത്തിലാണ് ഇതിൻ്റെ ടോട്ടൽ കളറിങ് ചെയ്തിട്ടുള്ളത് അവൻ്റെ കാഴ്ചയിൽ. അപ്പം ആ കാഴ്ച അവനിൽ നമ്മൾ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണ്ടേ, അത്ര ഗംഭീരമായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അവൻ ചക്കരക്കുടമാണ്. ചക്കരക്കുടം എന്ന് പറഞ്ഞാൽ ചക്രമുത്താണ് അവൻ. ആദിശേഷൻ ഞാൻ പറയേണ്ടത് അവൻ്റെ അതിനടുത്തുള്ള ചെറുപ്പകാലം ചെയ്തിട്ടുള്ള മുഹമ്മദ് സിനാൻ. എവിടെ നിന്നേ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതിനൊക്കെ എന്താ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത് സ്ക്രീനിൽ. അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അതായത് ഈ ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള കുറേ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ട് അവൻ ചെയ്യേണ്ട, അവൻ്റെ ഉള്ളിൽ വരുന്നൊരു കരുത്തുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. ഒരു പെർട്ടിക്കുലർ സീനിൽ അവൻ പോലീസുകാരനോടാണ്, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോൾ ഒരു 15 അല്ലെങ്കിൽ 18 വയസ്സിനിടയിലുള്ള ഏതൊരാൾക്കും ഉണ്ടാവുന്ന പോലത്തെ ഒരു ടെൻഷൻ അവൻ ഉണ്ടാവില്ല. കാരണം അവൻ്റെ കുട്ടിക്കാലത്ത് അവനൊരു കാര്യം ചെയ്തു. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പോലീസുകാരെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പറയാനുള്ളത് നമുക്ക് മുഖത്തോക്കി പറയാം, നമുക്കിത് ഡീൽ ചെയ്യാം എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അയ്യോ, ഈ രണ്ട് പിള്ളേരും കൂടിയിട്ട് ബാലനെ അങ്ങ് ബാലനാക്കി എന്ന് പറയുന്ന പോലെ ഗംഭീര പെർഫോമൻസ്. പിന്നെ പറയേണ്ടതിൽ അമ്മ കഥാപാത്രം ഫസാന പാലത്തിങ്കൽ. ആ ക്യാരക്ടർ നമ്മളൊരു സ്നേഹമയിയായ അമ്മയല്ല അവിടെ കാണുന്നത്. രാക്ഷസന്റെ കയ്യിൽ പെട്ടുപോയ രാജകുമാരിയായിട്ട് തന്നെ കാണുന്ന, ആ രാജകുമാരിക്ക് ആശ്വാസത്തിന് വേണ്ടി രാക്ഷസനെയും, അതായത് മുന്നിൽ വരുന്ന ഏത് തടസ്സത്തിനെയും എങ്ങനെയും ഡീൽ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന, ലോകത്തൊന്നിനോടും ഒരു കണക്ഷനും വേണ്ട എന്ന് വിചാരിക്കുന്ന, ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരമ്മ. ഇതൊക്കെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സ്പോയിലർ എലമെൻ്റ് അല്ലത്. ആ ക്യാരക്ടറിനെ, അവരുടെ നോട്ടങ്ങളുണ്ട്, അവർ പ്ലാൻ ചെയ്യാണ്. ആക്ച്വലി അവർ ഒരാളെ കാണുമ്പോൾ പോലും ആ ആളെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാണ് എന്ന് പറയുന്ന പോലെ ആ ക്യാരക്ടറിനെ ചെയ്തേക്കുന്നത്, അവരുടെ ഇമോഷൻസ്. അയ്യോ, നമ്മൾ സാധാരണ കാണുന്ന ഏതെങ്കിലും ഒരു റാൻഡം അമ്മ ക്യാരക്ടർ അല്ലത്. അതിനും അപ്പുറത്തേക്ക് ഒരുപാട് ഈ മാനസികമായിട്ട് ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അതിനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു അടാറ് ക്യാരക്ടറുണ്ട്, അമ്മുമ്മ, ഡോളി ജൂൺ. അമ്മച്ചി, നിങ്ങളൊക്കെ എവിടെയായിരുന്നു അമ്മച്ചി? ചക്കര അമ്മച്ചി എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ഒന്നുണ്ട്. അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവരെ റീഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടർ. അവരുടെ ഡയലോഗ് തിയേറ്ററിൽ ചിരിപ്പിച്ചിട്ടുണ്ട്, ജോളിയാക്കിയിട്ടുണ്ട്. അതായത് പേര് പോലെ തന്നെ ജോളി ആക്കിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ആൻഡ് ബീന ആൻ്റണിയുടെ ക്യാരക്ടറും, ബീന ആൻ്റണിയൊക്കെ ട്രെയിലർ കണ്ടപ്പോഴേ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തിട്ടില്ലേ, അതിനപ്പുറത്തെ ലെവലിൽ കൊടുത്തിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഫിലോമിനയൊക്കെ നിന്ന് പെർഫോം ചെയ്യുന്ന, എന്ന് വെച്ചാൽ അത് കുറച്ച് കൂടിയ സ്കെയിലാണ്. ഫിലോമിനയൊക്കെ ആ റേഞ്ച് ആർട്ടിസ്റ്റാണ്. അവിടെ എവിടെയൊക്കെയോ ബീന ആൻ്റണി എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഡയലോഗ് ഡെലിവറിയിലോ ഇങ്ങനെയൊന്നുമല്ല, ക്യാരക്ടറിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന് പറയില്ലേ, ഒരു രക്ഷയില്ല. ബീന ആൻ്റണി ഇനി തകർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് സാന്ദ്ര ചന്ദ്രൻ സിസിലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ചെറിയ ക്യാരക്ടറാണ്. അപ്പോൾ പോലും അത് ഒരു പക്ഷേ ഒരു മോണോആക്ടിലേക്കൊക്കെ പോകാവുന്ന ഒരു സാധനത്തിനൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തു. ആൻഡ് ടൊവിനോ മാൻ, ഓ നോ ടൊവിനോ,
എന്നാണ് പറയാൻ തോന്നുന്നത്. ആ റേഞ്ചിൽ എന്താ പറയുക, ഈ സിനിമ തമിഴിൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സങ്കല്പിക്കും. വിജയ് സേതുപതിയിൽ താഴെ ഒരു ആർട്ടിസ്റ്റിന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ടൊവിനോ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ തമിഴിൽ നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റുമായിട്ട്, ടൊവിനോനെയൊക്കെ പലരും പറയും ടൊവിനോ ഇനിയും തെളിയാനുണ്ട്, അഭിനയത്തിൽ ഫോക്കസ് ചെയ്യാനുണ്ട്. അയാളത് ചെയ്യുന്നുണ്ട്, അയാൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്താടാ ക്യാരക്ടർ, അതിലങ്ങ് നിൽക്കുകയാണ് അങ്ങേര്, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് ജീൻ പോൾ ലാൽ. അച്ഛൻ അറുമാതിക്കൽ പെർഫോമറാണ്. നിങ്ങൾ അങ്ങേരുടെ അടുത്തെത്തിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. ജീൻ പോൾ ലാൽ ആസ് എ പെർഫോമറെ നമുക്ക് ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ട് ഒരയ്ക്കാനൊക്കെ തോന്നും, പക്ഷെ പെർഫോമൻസിലാണ് അങ്ങേരത് പീക്ക് ചെയ്തിരിക്കുന്നു. അത് ഒരു രക്ഷയില്ല. പിന്നെ കുറേ ഡയറക്ടർമാർ നമ്മൾ കാണുന്നുണ്ട്, എല്ലാവരും നല്ല പെർഫോമൻസുകൾ കാഴ്ചവെച്ചിട്ടുള്ള ഗംഭീര പെർഫോമേഴ്സ് ഉള്ളൊരു സിനിമ. മ്യൂസിക് സുഷിൻ ശ്യാമിൻ്റെ എനിക്കൊന്ന് ചെരാതുകൾക്ക് ശേഷം ഒരു പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സാധനം ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നിയത് ഇതിനകത്ത് ഇവരുടെ അമ്മേൻ്റെയും മോൻ്റെയും ഒരു യാത്ര. അപ്പോൾ അവരും ഇതേപോലെ ഒരു കായലിൻ്റെ കരയിലേക്ക് അങ്ങനെ എന്തോ പോവാണ്. ആ സമയത്തുള്ളൊരു സാധനമൊക്കെ കേട്ടപ്പോൾ എനിക്ക് എവിടേക്കോ അവിടെ എത്തുന്ന പോലെ. എന്ന് വെച്ചാൽ അതിനുശേഷം സുഷിൻ്റെ ഗംഭീര വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സിനിമാ പാട്ടും ഒരുപോലെ ഇരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇയാളുടെ കോറിൽ നിന്ന് എടുത്ത് നമ്മുടെ കോറിലേക്ക് ടച്ച് ചെയ്യുകയാണെന്ന് പറയുന്ന മറ്റേ അവതാർ സിനിമയിൽ മുടിയുടെ സാധനം എടുത്ത് മരത്തിൽ കൊളുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ഒരു സാധനമില്ലേ, അങ്ങനെ ഫ്രം ദ ഹാർട്ട് ടു ദ ഹാർട്ട് നമുക്ക് ഡെലിവർ ചെയ്യുന്ന എന്തോ ഒരു സാധനം സുഷിൻ ഇതിൻ്റെ അകത്ത് പണിതിറക്കിയിട്ടുണ്ട്. അത് തരുന്നൊരു ഫീലുണ്ട്. ഇപ്പം താക്കോൽ എന്ന് പറയുന്ന പാട്ട്, ആ പാട്ടിൽ ഈ സിനിമയുടെ കഥയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോൾ പറഞ്ഞു എന്നാണ് തോന്നുന്നത്. പക്ഷേ ആ മ്യൂസിക് അത് കുഞ്ഞുങ്ങളിൽ നിർത്തി കുഞ്ഞുങ്ങളിലൂടെ ആ വലിയ കഥ അവതരിപ്പിച്ച് അത് ആ പാട്ടിൽ പറയുന്ന പോലെ അവൻ അന്വേഷിച്ച് കിടക്കുന്ന താക്കോല് അവനെ തന്നെ തിന്നാൻ സാധ്യതയുള്ള ഒരു താക്കോലാണ്. സിനിമ കാണുന്ന എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം എങ്ങനെയാ പറയാ, ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തിനെയാണ് ഈ സിനിമയിൽ എൻഡിപ്പിക്കുന്നത് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങളപ്പോൾ താക്കോൽ എന്ന് പറയുന്ന പാട്ട് കേൾക്കണം. ദാറ്റ്സ് വെയർ ദ ഹാർട്ട് ഓഫ് ദിസ് മൂവീസ്. സ്പോയിലറായിപ്പോൾ, അതുകൊണ്ട് അത് പറയുന്നില്ല. നിങ്ങൾ ആ പാട്ട് കേൾക്കണം. ആൻഡ് ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇതിൻ്റെ കുറച്ച് ദിവസങ്ങളും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ ചെയ്യാം. പിന്നെ പറയേണ്ടത് വിഷ്വലാണ്. അവരെടുത്തു വെച്ചിരിക്കുന്നത്, ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഷൈജു ഖാലിദ് ഈസ് എ മജീഷ്യൻ എന്ന് പറയണം. ഓരോ ഫ്രെയിം അയാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ് മാൻ. അങ്ങനെ അയാൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് വിവേക് ഹർഷൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത്. ചില ഷോട്ടൊക്കെ ഇപ്പം ബാലൻ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുന്നു, അപ്പോൾ പവിത്രനും പോലീസുകാരും കൂടി ഒരു ബൈക്കിൽ കയറി പോകുന്നു. അത് ചുമ്മാ സൗണ്ട് കേൾപ്പിച്ച് ചുമ്മാ ഒക്കെ വിടാം. പക്ഷേ ഷോട്ട് ഉണ്ടല്ലോ ആ കൊച്ചിൻ്റെ വ്യൂവിൽ, അത് ഇവിടം തൊട്ട് ഇവിടം വരെ, അത് നമുക്കൊരു നോവലൊക്കെ വായിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അവൻ്റെ കൺമുന്നിലൂടെ ആ ബൈക്കിൻ്റെ വെളിച്ചം ശബ്ദവും മാറിപ്പോകുന്നത് വരെ അവൻ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനെ ഇതൊരു കഥയിലോ നോവലിലോ ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഓരോ ഫ്രെയിമും നമുക്ക് വായിക്കാൻ പറ്റുക എന്ന് പറയില്ലേ. ചുമ്മാ കട്ട് ചെയ്ത് തള്ളുക എന്നുള്ളതല്ല. അവിടെ അത് വേണം, അവിടെ കുറച്ച് സമയം കൊടുക്കണം, അത് ആൾക്കാരിലേക്ക് എത്തണം എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ എഡിറ്റിംഗ്. പിന്നെ ശ്രീക് വാര്യറുടെ കളറിങ്, നോ വേർഡ്സ് ടു എന്താ പറയുക, അങ്ങനെയുള്ള സിനിമകൾ സംസാരിച്ച് കഴിഞ്ഞു. ആ പേരൊക്കെ കാണുമ്പോൾ നമുക്കുള്ള എക്സ്പെക്റ്റേഷനില്ലേ, അതിൽ നിന്ന് ഒട്ടും താഴെ ആവാതെ അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വർക്ക്. പിന്നെ ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ഇന്ദുലാൽ കവീദാണ്. ഓഡിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ഷിജിൻ മെൽവിനാണ്. DI സ്റ്റുഡിയോ, കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ്, VFX, എഗ്വൈറ്റ് VFX എല്ലാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ സൈഡ്സ് നിങ്ങളൊരു നല്ല തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനിവിടെ തിരുവനന്തപുരത്ത് PVR ലുലുവിൽ OD7 അത് ഡോൾബി അറ്റ്മോസ് ആയിരുന്നു. പക്ഷേ പടം തുടങ്ങുന്നതിന് മുമ്പ് ഈ മഴ പെയ്യുന്ന സൗണ്ടൊക്കെ മറ്റേ ഷീറ്റിൽ വന്ന് വീഴുന്ന പോലത്തെ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. തിയേറ്ററിൽ ഇവന്മാർ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ തിയേറ്ററിൽ അകത്തെ സൗണ്ട് എക്സ്പീരിയൻസ് വാസ് ഗുഡ്. ഞാൻ പറയുന്നത് നല്ലൊരു തിയേറ്ററിൽ കാണുക. പിന്നെ തിയേറ്ററിൽ പതിവ് പോലെ ശല്യം ഉണ്ടാക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ആളുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്തിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇതൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതിനപ്പുറത്തേക്ക് ഒരു സിനിമ നിൽക്കുമ്പോൾ, എന്നാൽ അതേസമയം ആ പെർഫോമേഴ്സിൽ നിന്ന്, ആ ടെക്നീഷ്യൻസിൽ നിന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് ഡെലിവർ ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയങ്കര ഫീൽ ഉണ്ട് മാൻ. അത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ചേരുന്ന ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഈ സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഭയങ്കരമായി ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ താക്കോൽ എന്ന് പറയുന്ന പാട്ട് കേൾക്കുക. ആ പാട്ടിനെ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓരോ സിനിമയും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടാൻ അർഹതയുള്ളതാണ്. അങ്ങനെ ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.